ഹലോ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ ലൈഫിലൊരു യൂഷ്വൽ ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ സമയം ഒരു 7:50 ആയി. ഈ ഒരു സമയമൊക്കെ ആകുമ്പോഴത്തേക്ക് എഴുന്നേക്കും. അതിന് ശേഷം പതുക്കെ ഫ്രഷൊക്കെ ആയിട്ട് പതുക്കെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്കൊക്കെ കിടക്കും. അപ്പം ഇനി പോയിട്ട് ഫ്രഷ് ആയിട്ട് വരാം. ഓക്കെ, അപ്പം റെഡി ആയിട്ട് വന്നു കേട്ടോ. ഇനി ഞാൻ രാവിലെ എഴുന്നേറ്റ് ആദ്യം ചെയ്യുന്നതെന്ന് വെച്ചാൽ വൈഷുവിന് ഇപ്പോൾ ഫീഡിങ് ഇല്ല. ഇപ്പോൾ 2 വയസ്സൊക്കെ ആയപ്പോഴത്തേക്കും ഫീഡിങ് നിർത്തി. അപ്പം ഞാൻ പാല് തിളപ്പിച്ച് വെക്കും. എഴുന്നേറ്റ ഉടനെ തന്നെ പാല് തിളപ്പിച്ച് കുറച്ച് പീഡിയാഷ്യൂർ ഇട്ട് കുറച്ച് ഷുഗറും ഇട്ട് ബോട്ടിലാക്കി വെക്കും. അതാണ് ഇപ്പോൾ ആദ്യത്തെ പരിപാടി ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് കൺട്രി ഡിലൈറ്റിൻ്റെ പാലാണ് കേട്ടോ. ഇവിടെ നമ്മൾ ബാംഗ്ലൂർ ആയതുകൊണ്ട് തന്നെ നമുക്ക് നാടൻ പാല് കിട്ടില്ല. അപ്പോൾ കൺട്രി ഡിലൈറ്റ് ആപ്പ് വെച്ചിട്ട് ഡെയിലി ഡെലിവറി ചെയ്യുന്ന പാൽ ഓർഡർ ചെയ്യാറാണ് പതിവ്. അപ്പോൾ അത് ഡെയിലി ഓർഡർ ചെയ്യേണ്ട, കറക്റ്റായിട്ട് നമ്മുടെ വീട്ടിൽ അവർ ഡെലിവറി ചെയ്തിട്ടുണ്ടാവും. രാവിലെ നമ്മൾ എഴുന്നേറ്റ് നോക്കുമ്പോൾ പാലുണ്ടാവും. അല്ലെങ്കിൽ നമുക്ക് പാൽ ഇമ്പോർട്ടൻ്റ് ആയത് കാരണം ഡെയിലി ഓർഡർ ചെയ്ത് അല്ലെങ്കിൽ ഒരു ദിവസം കിട്ടിയില്ലെങ്കിലൊക്കെ ഭയങ്കര പാടാണല്ലോ. അപ്പോൾ അത് കാരണമാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. അപ്പം ഇതിൻ്റെ ഒപ്പം തന്നെ വൈഷുവിൻ്റെ ബോട്ടിൽ ഞാൻ തിളപ്പിച്ച് വെക്കും കേട്ടോ. അപ്പം ഇങ്ങനെയാണ് എൻ്റെ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്യണത് ഇപ്പോൾ. ഇനി ഇത് ഇവിടെ നിന്ന് തിളക്കുന്ന സമയത്ത് ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ നിൽക്കും. രാവിലെ ഇങ്ങനെ ചെയ്തിട്ട് രാവിലെ വെള്ളം കുടിക്കുന്നത് നല്ല ശീലമാണെന്ന് ആളുകൾ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ അതുകൊണ്ടൊന്നുമല്ല, നമ്മൾ രാവിലെ ഫ്രഷ് ആയിട്ടൊക്കെ വരുമ്പോൾ നന്നായിട്ട് ദാഹിക്കുമല്ലോ. പിന്നെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. അപ്പം അത് കാരണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ ഒരു ശീലമുണ്ട്. ഈ ഒരു സമയത്ത് ഞാനൊരു കപ്പ് വെള്ളമൊക്കെ കുടിച്ചിട്ട് അങ്ങനെ നിൽക്കും. പിന്നെ അതിന് ശേഷം ചെറുതായിട്ട് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ എന്തെങ്കിലുമൊക്കെ പണി ചെയ്ത് വെച്ചിട്ട് പിന്നെ ഒന്ന് നടക്കാൻ പോയിട്ട് പെട്ടെന്ന് വരും കേട്ടോ. ഒന്ന് ഇവിടെ ഇറങ്ങി ഒന്ന് നടക്കാൻ പോയിട്ട് ഒന്ന് റൗണ്ട് അടിച്ചിട്ട് പെട്ടെന്ന് വരും. അപ്പോൾ വൈഷു എഴുന്നേൽക്കുന്നതിന് മുമ്പ് ഞാൻ വേഗം നടന്നിട്ട് വരാം. ഇപ്പോൾ പുറത്തെങ്ങനെയൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വാക്കിനൊക്കെ പോയി തിരിച്ചെത്തി. ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികളൊക്കെ നോക്കണം. ബാക്കിൽ കണ്ടോ, തന്നെ ഹെൽപ്പ് ചെയ്യാൻ വരുന്നതാണ് കേട്ടോ. അപ്പം ഇനി ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങൾ നോക്കട്ടെ. ഇപ്പം സമയം 9 മണിയായിട്ടോ. അപ്പോൾ എനിക്ക് 11:30-ക്കാണ് കേട്ടോ ലോഗിൻ ചെയ്യേണ്ടത്. ഞാൻ വർക്ക് ഫ്രം ഹോം തന്നെയാണ്. അത് ഭയങ്കര ഭാഗ്യമായി. കാരണം എനിക്ക് കുഞ്ഞിനെ നോക്കാൻ പറ്റുന്നുണ്ട്, വീട്ടിലെ കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒരു 11:30-ക്കുള്ളിൽ ഈ പണിയൊക്കെ ഒതുക്കിയിട്ട് വേണം 11:30-ക്ക് ലോഗിൻ ചെയ്യാൻ. അപ്പം ഞാൻ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യാനുണ്ടെങ്കിൽ ഈ സമയത്താട്ടോ ഓർഡർ ചെയ്യണം. രാവിലെ തന്നെ ഓർഡർ ചെയ്ത് വെക്കാം. അപ്പോൾ ബ്ലിങ്കിറ്റിൽ നിന്നാണ് വരുന്നത്. ഒരു 15 മിനിറ്റിനൊക്കെ നമുക്ക് സാധനം വരും കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഫ്രീ ആയിട്ട് വന്നൊരു സാധനമാണിത്, ദീപാവലി ഗിഫ്റ്റ് എന്നും പറഞ്ഞു. അപ്പോൾ ഇപ്പോൾ സമയം 9:30 ആയി. ബ്രേക്ക്ഫാസ്റ്റൊക്കെ റെഡിയായി. വൈഷു എഴുന്നിട്ട് വൈഷുവിന് പാലൊക്കെ കൊടുത്തു. ഇനി വൈഷുവിൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ വൈഷുവിനെ കുളിപ്പിച്ച് റെഡിയാക്കി ഡയപ്പറൊക്കെ മാറ്റി ഡ്രസ്സൊക്കെ മാറ്റി ഞങ്ങളും ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ലോഗിൻ ചെയ്യണം. അപ്പോൾ ഇപ്പോൾ സമയം 10:30 ആയി. വൈഷു റെഡിയായിട്ടൊക്കെ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. വൈഷുവിന് ദോശയാണ് കേട്ടോ. നമുക്ക് ബാക്കിയുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ എനിക്കും ഹസ്ബൻഡിനും പുട്ടും മുട്ടക്കറിയാണ്. അപ്പോൾ വൈഷു അതൊന്നും കഴിക്കില്ല. വൈഷു പുട്ടോ അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കില്ല. കുറച്ചിങ്ങനെ അലിയിച്ച് കഴിക്കാൻ പറ്റണ ഈ ദോശ, അതുപോലെ തന്നെ ഇഡലി, അപ്പം അങ്ങനത്തെയൊക്കെയാണ് കേട്ടോ കഴിക്കുക. ഇവിടെയാണ് വൈഷു കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യണത്. ഇതാണ് വൈഷുവിൻ്റെ പ്ലേ റൂം. ഇവിടെയാണ് വൈഷുവിൻ്റെ ടോയ്സും കാര്യങ്ങളൊക്കെ വെച്ചത്. ബസ് 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 അയ്യോ ബസ്. അപ്പം ഇപ്പം സമയം 11:30 ആയി. എനിക്ക് ലോഗിൻ ചെയ്യേണ്ട സമയമായിട്ടോ. അപ്പം ഞാൻ വർക്ക് ചെയ്യട്ടെ. പിന്നെ ഞാൻ ലൈവ് കയറ്റി വിടും, യൂട്യൂബിൽ കയറ്റി വിടുവാടാ. പിന്നെ യൂട്യൂബിൽ കേട്ടാൻ വേണ്ടിയാണ് അമ്മ ക്യാമറ വന്നത്. പോയി
അപ്പം ഇപ്പോൾ 1 മണിയായി, ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് തുടങ്ങാൻ പോവാണ് കേട്ടോ. 1 to 2 ആണ് എനിക്ക് ലഞ്ച് ബ്രേക്ക് ഞാൻ എടുക്കാറ്. നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് എടുക്കാം, 1 hour എടുക്കാൻ പറ്റുള്ളൂ എന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ മിക്കപ്പോഴും 1 to 2 ആണ് എടുക്കാറ്. അപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ ലഞ്ച് കറി ഉണ്ടാക്കിയാൽ മതിയായിരിക്കും. ചോറ് ഞാൻ രാവിലെ വെച്ച് വയ്ക്കും, അപ്പോൾ അതുണ്ടാക്കും. പിന്നെ അത്ര വലിയ ബുദ്ധിമുട്ടി കറികളൊന്നും ഞാൻ ഉണ്ടാക്കാറില്ല കേട്ടോ. പെട്ടെന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ് മിക്കവാറും ഇവിടെ ഉണ്ടാവാറുള്ളത്. കാരണം സമയം കിട്ടില്ല, എന്നാലും ഒരു 2 കറി എങ്ങനെയായാലും ഞാൻ ഒപ്പിക്കും കേട്ടോ. അപ്പോൾ രാവിലെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മറ്റേ തന്തൂരി ചിക്കനാണ്. അപ്പോൾ അത് എയർ ഫ്രയറിൽ വയ്ക്കണം. അപ്പോൾ അതൊരു 40 minutes അതാവും. പിന്നെ ഒരു മോരുകറിയും പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പോൾ ഇപ്പോൾ 1:45 ആയി. ഇനിയിപ്പോൾ വൈശുവിന് ഫുഡ് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3:30, 2:30, 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും വൈശു കിടന്ന് ഉറങ്ങും കുറച്ച് നേരം. അപ്പോൾ പിന്നെയും നമ്മൾ ബാക്ക് ടു വർക്ക്. അങ്ങനെയാണ്. ഫുഡ് കൊടുക്കുമ്പോഴാണ് യഥാർത്ഥ യുദ്ധം. വൈശു പാപ്പ കഴിക്കാം. വൈശുവിന് ഒരു 12:30 ആകുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കൊടുക്കും കേട്ടോ. ഓറഞ്ചോ ആപ്പിളോ അങ്ങനെ എന്തെങ്കിലും. അപ്പോൾ ഇന്ന് ഞാൻ 12:30 ആയപ്പോഴത്തേക്കും ഓറഞ്ച് കൊടുത്തു. അപ്പം അതുപോലെ ദിവസം എന്തെങ്കിലും ഒരു ഫ്രൂട്ട്സ് കൊടുക്കും. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 3 മണിയായിട്ടോ. ഇപ്പം ഇനി ഈ സമയത്ത് ഞാൻ പിന്നെയും വർക്കിൽ തിരിച്ച് കയറും. ബാക്കി വർക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് പിന്നെ ഈ ഇരുന്നൊക്കെ ചെയ്യുന്ന റീലില്ലേ, അതൊക്കെ ഞാൻ ഇവിടെ ക്യാമറ വെച്ചിട്ട് ഇവിടെ ഫോൺ വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിട്ടോ ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ പിന്നെ നിന്നൊക്കെ ചെയ്യുന്ന റീലാണെന്നുണ്ടെങ്കിൽ സാരി കൊടുത്ത് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ശനി ഞായർ ആ ഒരു സമയത്തൊക്കെ ചെയ്യാറ്. അപ്പോൾ ഇനി ബാക്കിയുള്ള വർക്ക് ചെയ്യാനുള്ള സമയമാണ്. അപ്പോൾ ഞാൻ വർക്കൊക്കെ ചെയ്തിട്ട് വരാം. അപ്പോൾ ഇപ്പോൾ സമയം 4:30 ആയി. ഞങ്ങളുടെ ടീ ടൈമാണ്. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ചായ ഇട്ട് വൈശുവിനും പാലെടുത്ത് മാറ്റി വയ്ക്കും. വൈശു 2 സമയത്ത്, അതായത് 2 times a day പാൽ കുടിക്കും കേട്ടോ, രാവിലെയും രാത്രി കിടക്കുന്നതിന് മുമ്പും. അപ്പോൾ ഇപ്പോൾ ചായ തിളപ്പിക്കുന്ന സമയത്ത് ഞാൻ വൈശുവിനുള്ള പാലും കൂടി എടുത്ത് മാറ്റി വയ്ക്കും. വൈശു ഒരു 1/2 മണിക്കൂർ മുമ്പേ എഴുന്നേറ്റ് കേട്ടോ. അപ്പോൾ ഈ സമയത്ത് ഇങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് കഴിയുമ്പോൾ ഞാൻ എന്തെങ്കിലും സ്നാക്സ് കൊടുക്കും കേട്ടോ. വേറെ അങ്ങനെയൊന്നുമില്ല. ഒന്നല്ലെങ്കിൽ എന്തെങ്കിലും ബേക്കറി ഐറ്റം, അല്ലെങ്കിൽ ബിസ്ക്കറ്റോ, അല്ലെങ്കിൽ മുട്ട പുഴുങ്ങിയതോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് കൊടുക്കാറ്. ഇന്നിപ്പോൾ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് കാരണം പിന്നെ അതൊക്കെ ആകുമ്പോഴത്തേക്കും പെട്ടെന്ന് പണിയും കഴിയും, നല്ല ഹെൽത്തിയുമാണ്. സാധാരണ ഒരു 7-7:30 ആകുമ്പോഴേ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങും. കുറച്ച് നടക്കാനും വൈകുന്നേരം നേരം ചെറുതായിട്ടൊന്ന് കളിക്കാം അവിടെ. അപ്പോൾ പിന്നെ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കാനുണ്ടെങ്കിൽ വാങ്ങിക്കാം. അപ്പം അങ്ങനെ ഞങ്ങളിപ്പോൾ 7 മണിയായപ്പോൾ നമ്മൾ പുറത്തേക്ക് നടക്കാൻ ഇറങ്ങുവാണ്.
9:30 പാലും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ഡ്രസ്സൊക്കെ മാറ്റിയിട്ട് പിന്നെ ഉറങ്ങാനുള്ള ടൈമാവും വൈശുവിന്. ഇന്നിപ്പോൾ ഞാൻ നേരത്തെ വൈശുവിന് ഇങ്ങനെ മേലൊക്കെ കഴിച്ച് ഡ്രസ്സൊക്കെ മാറ്റി. അപ്പോൾ അതാണ് ഇനിയിപ്പോൾ മേല് കഴിക്കേണ്ട ആവശ്യമില്ല. ഡയപ്പറൊക്കെ മാറ്റി ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയാൽ മതി. അഴുക്കായാലും ഡ്രസ്സ് മാറ്റും, ഇല്ലെങ്കിൽ ഇത് തന്നെ ഇടിയിപ്പിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് എൻ്റെ ഒരു യൂഷ്വൽ ഡേ ഇൻ മൈ ലൈഫ്. ഈ ഒരു സമയമൊക്കെ ആകുമ്പോൾ, അതായത് ഇപ്പോൾ ഒരു 9 മണി 9:30 ആയി. ഈ ഒരു സമയമാകുമ്പോഴത്തേക്കും വൈശുവിൻ്റെ കാര്യങ്ങളൊക്കെ കഴിയും. ഫുഡൊക്കെ കഴിച്ച് പാലൊക്കെ കുടിച്ച് ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി ഡയപ്പറൊക്കെ ചേഞ്ച് ചെയ്തെടുത്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏട്ടൻ മീറ്റിങ്ങിലാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കും. അപ്പോൾ ചപ്പാത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ്, ചപ്പാത്തി ഗോതമ്പ് ദോശ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഉണ്ടാക്കിയിട്ട് ലൈവായിട്ട് ചുട്ട് കഴിക്കും, അല്ലെങ്കിൽ ഉണ്ടാക്കി വെച്ചിട്ട് അന്നേരം കഴിക്കും. പിന്നെ കറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടാവും ആ സമയത്ത്. അപ്പോൾ ഇനി ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ചിലപ്പോൾ പുറത്തു പോവും. പുറത്തുനിന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കാണ് പോണത്. അപ്പോൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം പരിപാടികളൊക്കെ ഈ ഒരു സമയത്താണ്, ഒരു 9:30 10 ആ ഒരു സമയത്തൊക്കെയാണ്. അപ്പോൾ എനിക്കിവിടെ ഒരു ഫ്രണ്ടുണ്ട്. അപ്പോൾ ആ പുള്ളിക്കാരി ഫ്രീ ആവുകയാണെന്നുണ്ടെങ്കിൽ വിളിക്കും. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒന്ന് പുറത്ത് പോയി ഡാൻസൊക്കെ പ്രാക്ടീസ് ചെയ്ത് നോക്കും. പിന്നെ നല്ലതാണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഇടും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ വരും. പിന്നെ വൈഷു അത് കഴിഞ്ഞിട്ട് ഞാൻ വന്നു കഴിഞ്ഞിട്ട് ഉറങ്ങാറുള്ളൂ കേട്ടോ. ഒരു 11 മണിയോടുകൂടി എല്ലാം വൈൻഡപ്പ് ചെയ്ത് കിടക്കും. ഇതാണ് എൻ്റെ ഒരു യൂഷ്വൽ ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടവർ പറയുക, അത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടിൽ ദെൻ ബൈ.